സർ, നമുക്കറിയാം ഇപ്പോ 2014 മുൻപ് അതിന്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വെറും ഒറ്റ നമ്പറിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം എന്ന് തന്നെ പറയാം. അത്തരത്തിൽ ഈ പറയുന്ന 2014 മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് BJP വരുന്നു. അതിനുശേഷം 2019 വീണ്ടും മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അതിന്റെ ഇരട്ടിയോടുകൂടി തന്നെ ആ ശക്തിയോടുകൂടി തന്നെ വരുന്നു. സത്യത്തിൽ പ്രതിപക്ഷം എന്നുള്ളത് 3 അക്കം തികയ്ക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിരുന്നു. പ്രതിപക്ഷം എന്നത് ശരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ഏകാധിപത്യം അതല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള ഭരണം മാറും എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ BJP-യുടെ കേസിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ധർമ്മഭരണം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്താണോ നമ്മുടെ രാജ്യത്തിന് വേണ്ടത് അത് തന്നെയേ കാണുന്നുള്ളൂ. എന്നിരുന്നാലും ഒരു പ്രതിപക്ഷം എന്നുള്ള ഒരു ബഹുമാനത്തോടു കൂടി ഭരണം പോകണം എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം വേണം എന്നുള്ളതാണ്. സർ, കോൺഗ്രസ് ഇങ്ങനെ തകർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷം ഉണ്ടാവുക? ശ്രീ ബൈജു ഇപ്പൊ ചോദിക്കുന്ന ചോദ്യം ഒരു ചെറിയ ചോദ്യമല്ല, അതിഭീകരമായിട്ടുള്ള ആശയം ഉൾക്കൊള്ളുന്ന ഒരു ചോദ്യമാണ്. അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഇത്രയും തകർന്ന ഒരു പ്രതിപക്ഷത്തെ കണ്ടിട്ടില്ല. ദേശീയമായ പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രതിപക്ഷ പാർട്ടിയേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. അത് തീർച്ചയായിട്ടും അപകടത്തിൽ പെടുന്നത് ജനാധിപത്യത്തിന്റെ ബാലൻസ് തന്നെ തെറ്റിക്കും എന്ന കാര്യം എല്ലാവരും അംഗീകരിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലേക്ക് കടന്നു വന്നു സഖാവ് AK-ജിയുടെ നേതൃത്വത്തിൽ. അതിനുശേഷം പിന്നീട് പ്രതിപക്ഷ പാർട്ടി തന്നെ അധികാരത്തിൽ വന്നു ജനതാ പാർട്ടിയുടെ രൂപത്തിൽ. അങ്ങനെ ജനതാ പാർട്ടിയുടെ രൂപത്തിൽ ഭരണകക്ഷിയായ കോൺഗ്രസിനെ പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് ഭരണകക്ഷത്തേക്ക് വന്ന മൊറാർജി ദേശായിയുടെ മന്ത്രിസഭ ചരിത്രം നമുക്കറിയാം. അതൊക്കെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിന്റെ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. പിന്നീട് VP സിംഗ്, വിശ്വനാഥ് പ്രതാപ് സിംഗ് മുതൽ ഇങ്ങോട്ട് ദേവഗൌഡ വരെയുള്ള ആൾക്കാര് പ്രധാനമന്ത്രി പദത്തിൽ എത്തിയ കാലഘട്ടവും നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും ദേശീയ തലത്തിൽ BJP-യെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയില്ല, ഒരു മുന്നണിയുമില്ല എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വന്ന ഇന്ത്യ സഖ്യത്തിന്റെ നെടുനായകനായിട്ട് അവർ കരുതിയിരുന്ന വ്യക്തി വളരെ പെട്ടെന്ന് BJP സഖ്യത്തിലേക്ക് മാറി, നിതീഷ് കുമാർ. പക്ഷേ നിതീഷ് കുമാറിന് അധികാരത്തിൽ തുടരാൻ സാധിച്ചു. അപ്പോൾ അവരുടെ നായകൻ തന്നെ കൂറുമാറി മറുപക്ഷത്തേക്ക് പോയ ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാൽ അതോടൊപ്പം തന്നെ കൂടെ ഉണ്ട് എന്ന് എപ്പോഴും പറയുന്ന തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി ചേർന്ന് യോജിച്ച് തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാൻ തയ്യാറായില്ല. അതുപോലെ ഞങ്ങളില്ല, ഞങ്ങൾ ഈ സഖ്യത്തിന്റെ ഘടകകക്ഷിയല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആവർത്തിച്ച് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. ദേശീയ നേതാവായിട്ടുള്ള ആനി രാജ തന്നെ രാഹുൽ ഗാന്ധിക്ക് എതിരായിട്ട് മത്സരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരു മണൽ ചിറ പോലെ തകർന്നു വീണു. ഇത് ഇന്ത്യ മുഴുവൻ കാണുകയാണ്. അപ്പോൾ പിന്നെ പ്രതിപക്ഷം എന്നുള്ളത് എവിടെ? പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോ നമുക്ക് BJP-യിലുള്ളവർക്ക് അത് സന്തോഷകരമാണ്, അഭിമാനകരമാണ് എങ്കിൽ പോലും മഹാഭാരത കാലഘട്ടം മുതൽ രാമായണ കാലഘട്ടം മുതൽ തുടർന്നു വരുന്ന ഒരു പ്രതിപക്ഷ ബഹുമാന ശൈലി ഭാരതത്തിനുണ്ട്. രാമായണത്തിലാണെങ്കിൽ ചാർവാക മഹർഷി രാമന് ശക്തമായ പിന്തുണ കൊടുത്തുകൊണ്ട് ദശരഥനെ ആക്ഷേപിക്കുന്ന സമയത്ത് ആ ചാർവാകനെ എതിരെ നീങ്ങുന്നതിന് പകരം ചാർവാകനെ മഹർഷി എന്ന് വിളിച്ച് ആദരിക്കുക ചെയ്തു. മഹാഭാരതത്തിലാണെങ്കിലും പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷമായി നിൽക്കുന്ന പല ആൾക്കാരുടെയും വാദമുഖങ്ങളെ അതീവ ബഹുമാനത്തോടു കൂടി സ്വീകരിച്ചു. അത് കിഷ്കിന്ധയിലാണെങ്കിലും അയോധ്യയിലാണെങ്കിലും ലങ്കയിലാണെങ്കിൽ പോലും വിഭീഷണന് അധികാരത്തിലെത്താനൊക്കെ പറ്റി. എന്നാൽ ഇന്നത്തെ കാഴ്ച നമ്മൾ ഇന്ത്യയിൽ കാണുന്നത് പ്രതിപക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷമില്ലാതായി. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ പാർട്ടി എന്ന് പറയാൻ യോഗ്യതയില്ലാത്ത ഒരു പാർട്ടിയായി എന്ന് പറഞ്ഞാൽ നമ്പറിന്റെ MP-മാരുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ആ യോഗ്യത എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി തകർന്നു വീഴുമ്പോൾ പ്രതിപക്ഷ പാർട്ടി വേണ്ടേ? പ്രതിപക്ഷം വേണ്ടേ? അവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ ഉണ്ടാകുന്ന വലിയൊരു അപകടമുണ്ട്. അവിടെ ഇന്ത്യ ഒരു വശത്ത് സാമ്പത്തിക ശക്തിയായിട്ട് കുതിച്ചു വരുന്നു. കോവിഡിന് ശേഷം ചൈന അല്ലെങ്കിൽ ജപ്പാൻ, അമേരിക്ക അടക്കമുള്ള എല്ലാ വൻശക്തി രാഷ്ട്രങ്ങളും
സാമ്പത്തിക പുരോഗതിയുടെ കാര്യത്തിൽ, അതായത് GDP ഗ്രോത്ത് റേറ്റിന്റെ കാര്യത്തിൽ തകർന്നു വീഴുകയും പല രാജ്യങ്ങളും മൈനസ് ഗ്രോത്ത് റേറ്റ് രേഖപ്പെടുത്തുകയും, ജപ്പാൻ അടക്കമുള്ളവർ മൈനസിലേക്ക് പോയി. ആ സാഹചര്യത്തിൽ ഇന്ത്യ എമർജിംഗ് പവർ ആയിട്ട് 7.5 അല്ലെങ്കിൽ 6% ഇൻക്രീസ് രേഖപ്പെടുത്തുമ്പോൾ അതിശക്തമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമാണ് സാമ്പത്തിക രംഗത്ത് ഇന്ത്യ നടത്തുന്നത്. ഇന്നലെ വരെ ലോകത്തിന്റെ വൻശക്തി രാഷ്ട്രങ്ങളായിരുന്ന അമേരിക്കയും ചൈനയും അല്ലെങ്കിൽ ജപ്പാനും ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും അടക്കം, ഒപ്പം തന്നെ കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ഈ വലിയ മുന്നേറ്റത്തിൽ ഭയം ഉണ്ട്. കാരണം ഇന്ത്യയുടെ സംസ്കാരം എന്താണെന്ന് അവർ പഠിക്കുന്നില്ലല്ലോ. ഒരു വൻശക്തി ഉദിച്ചു വന്നാൽ നമ്മൾക്ക് എതിരാകുമോ എന്നൊരു ഭയം കൊണ്ട് ഇവരെല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ശ്രമം നടത്തുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. അതിന്റെ കാരണം, ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടപ്പോൾ സ്തംഭിച്ചു പോയത് ആം ആദ്മി പാർട്ടി അല്ല, പ്രതിപക്ഷമല്ല. കടപൂട്ടി പരിപാടി നിർത്തി ഓടി ഒളിച്ചത് കർഷക സമരക്കാരാണ്. ഇത് ഇന്ത്യയിൽ ചർച്ച ചെയ്യാതെ പോയ ഒരു വിഷയമാണ്. സ്വിച്ചിട്ട പോലെ ആയിരുന്നു. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ കർഷക സമരം അസ്തമിച്ചു. ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതിനൊരു വലിയ കാരണമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് ഇന്ത്യക്കകത്തെ ഭരണകൂടത്തിനെതിരെ സമരം നയിക്കാൻ വേണ്ടി ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങളും ശക്തികളും സംഘടനകളും തെരഞ്ഞെടുത്ത ഒരു ട്രോജൻ കുതിരയായിരുന്നു. ജനാധിപത്യത്തിന്റെ അല്ലെങ്കിൽ സാമാന്യ ജനങ്ങളോടുള്ള അതിരുവിട്ട കരുണയുടെ, ടാക്സ് ഇല്ലായ്മയുടെ, ആനുകൂല്യങ്ങൾ വാരികോരി കൊടുക്കുന്നതിന്റെ, അങ്ങനെ ആം ആദ്മിയുടെ യഥാർത്ഥ തോഴൻ എന്നുള്ള നിലയിൽ അവതരിച്ച ട്രോജൻ കുതിര വിദേശ ശക്തികളുടെ ഇന്ത്യ വിരുദ്ധരുടെ ഒരു യുദ്ധതന്ത്രമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കേസ് നടക്കുകയാണ്. കേസിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്കിത് വളരെ വ്യക്തമാകും. ആ സമയത്ത് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം. എന്നാലും വിദേശ ശക്തികളുടെ കയ്യിലെ കരുവാണ്, ആയുധമാണ് കേജ്രിവാൾ എന്ന് വരുന്ന ഒരു ചിത്രം ഇന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അവര് കൊണ്ടുവന്ന ദേശീയ പാർട്ടി പരിവേഷം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന ആം ആദ്മി പാർട്ടിയും അസ്തമിച്ചു പോയാൽ BJPക്ക് ബദലായി പിന്നെ ഒരു പ്രതിപക്ഷ പാർട്ടി വേണ്ടേ? കോൺഗ്രസിന് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷിയില്ല. ഏതാണ്ട് 1.25 നൂറ്റാണ്ടും കഴിഞ്ഞ് ഒരു 135 വർഷത്തിലേക്ക് എത്തുന്ന ഒരു പാർട്ടി, നേതാവില്ല, ശേഷിയില്ല, ആദർശമില്ല, സംഘടനയില്ല, അധികാരമില്ല, യാതൊരു പിൻബലയുമില്ലാതെ തകർന്നു വീഴുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി വേണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ നാട്ടിലെ ചില ചാനലുകളൊക്കെ ഉണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റാണ് 2-3 ചാനലുണ്ട്, അതുപോലെ കൈരളിക്കാണ് 2-3 ചാനലുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഇനി അവസാനം ഈ BJP തന്നെ ഒരു 2-3 ആയിട്ട് പിരിഞ്ഞ് പ്രതിപക്ഷത്തും കൂടി ഒരു BJPയെ സൃഷ്ടിക്കേണ്ടി വരുമോ? ആ ദൗത്യവും കൂടി BJP തന്നെ ഏറ്റെടുക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതൊന്നും പാർട്ടിക്കകത്തു നിന്നുള്ള ഒരു വസ്തുതയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാനൊരു സ്വപ്നം കാണുകയാണ്. കാരണം അമിത്ഷായെ പോലെ, നരേന്ദ്രമോദിയെ പോലെ ഒക്കെയുള്ള മഹാബുദ്ധിശാലികളായിട്ടുള്ള, ധിഷണാശാലികളായിട്ടുള്ള രാഷ്ട്രീയ ആചാര്യന്മാര് എന്തൊക്കെയാ ചിന്തിക്കാത്തതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ട പണി കൂടി ഒരുപക്ഷെ BJP ഏറ്റെടുക്കാൻ സാധ്യതയുണ്ട്. ഈ രാമരാവണ യുദ്ധത്തില് രാവണൻ അസ്ത്രങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട് പരിക്ഷീണനായി രാമനോട് ഏറ്റുമുട്ടാൻ ശേഷിയില്ലാതെ വീഴുന്ന ഒരു രംഗമുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ രാമന് ഈ രാവണനെ കൊല്ലാം. പക്ഷെ രാമൻ പറഞ്ഞത് ഇത് ധർമ്മയുദ്ധമാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, നീ എഴുന്നേറ്റ് പോകൂ, ഇന്ന് യുദ്ധം നിർത്തിയിരിക്കുന്നു, എഴുന്നേറ്റ് പോകൂ, ഞാൻ നിന്നെ ഇന്ന് കൊല്ലുന്നില്ല, നീ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് കുളിച്ച് വിശ്രമിച്ച് വർദ്ധിത വീര്യത്തോടു കൂടി നാളെ വരൂ. അതുകൊണ്ട് ആയുധം കയ്യിലില്ലാതെ നിൽക്കുന്ന അശരണനായ, വളരെ ആർത്തനായി വീണുപോയ നിന്നെ ഞാൻ ഇന്നൊന്നും ചെയ്യുന്നില്ല, വീട്ടിൽ പോകൂ എന്ന് പറയരുത്. അങ്ങനെ രാവണൻ തിരിച്ചുപോയി പിറ്റേ ദിവസം വീണ്ടും യുദ്ധത്തിന് വന്നു. ഇത് രാമായണത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ രാമരാജ്യം എന്ന് പറയുന്നത് കേവലം വാചകമടിയല്ലാതെ അവരുടെ കർമ്മപഥത്തിൽ കൂടി തെളിയിച്ചു തരുന്ന BJP നേതാക്കന്മാര്, അങ്ങനെയാണെങ്കിൽ നിനക്ക് വയ്യെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു പ്രതിപക്ഷ പാർട്ടിയെ ഉണ്ടാക്കി ചെയ്യാം എന്ന് പറയും. അതായത് ഈ രാമൻ തന്നെയാണല്ലോ പിന്നെ സീതയില്ലാത്ത കാലത്ത്
കാഞ്ചന സീതയെ വെച്ചുകൊണ്ട് യാഗം പൂർത്തിയാക്കി എന്നറിയാമല്ലോ. എന്ന് പറയുന്ന പോലെ ഒരു കാഞ്ചന പ്രതിപക്ഷത്തെ ഉണ്ടാക്കി കാഞ്ചന സീത പോലെ പ്രതിഷ്ഠിക്കുമോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്. അത്ര ദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ, അത്ര ദയനീയമാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം. അപ്പോൾ ലോകരംഗത്താണെങ്കിൽ ഇന്ത്യയോട് ഇപ്പൊ ഏറ്റുമുട്ടാൻ കഴിയുന്ന ഒരു രാജ്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേജ്രിവാളിന്റെ വിഷയത്തിൽ അമേരിക്ക പ്രതികരിച്ചു, അമേരിക്കയുടെ ചില വ്യക്തികൾ പ്രതികരിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്ത ഉണ്ടായപ്പോ വേണ്ട ഇന്ത്യയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മോദി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്ക് അമേരിക്ക മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം, ഞങ്ങളുടെ നയം അതല്ല, ഞങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയി, അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പണ്ടാണെങ്കിൽ അതല്ല അവസ്ഥ. ഏത് രാജ്യത്തും കയറി മാന്തും, എവിടെ അഭിപ്രായം പറയും, ആരെയും വിമർശിക്കും. ഇപ്പോ ഇന്ത്യയെ വിമർശിച്ചതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുതേ, ക്ഷമിക്കണേ എന്ന് പറയുന്ന ഒരു അമേരിക്കയെ ലോകമാദ്യം കാണുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥയില് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ സൃഷ്ടിക്കേണ്ട ഗതികേട് കൂടി ഒരുപക്ഷെ BJPക്ക് ഉണ്ടായേക്കും. അങ്ങനെ വന്നാൽ അങ്ങനെ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ഉദയവും കൂടി ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. അല്ലാതെ ആരും ഇല്ലല്ലോ. ഈ ഒരു ശൂന്യത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിറയ്ക്കാൻ പോകുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കും ജൂൺ 4 വരുന്നത് എന്ന് ഞാൻ കരുതുകയാണ്.